റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. തൊട്ട് മുമ്പലത്തെ വീഡിയോസിൽ നമ്മൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റം തന്നെ, സിമ്പിൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റമോ അതേപോലെ തന്നെ മൾട്ടി പ്രഷർ അല്ലെങ്കിൽ കോമ്പൗണ്ട് കംപ്രഷൻ വേപ്പർ സിസ്റ്റമോ ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നമുക്ക് ആവശ്യമായ രണ്ട് പ്രഷർ ലെവലുകൾ ആവശ്യമാണ്, അല്ലേ? ഒരു ഇവാപ്പറേറ്റർ പ്രഷറും കണ്ടൻസർ പ്രഷറും ആവശ്യമാണ്. ഈ പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളുടെ കംപ്രസറാണ്. വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ പൊതുവെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സ് ആണ്. അപ്പോൾ ഈ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സ് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഹൈ ഗ്രേഡ് എനർജിയാണ്, അല്ലേ? ഈ ഹൈ ഗ്രേഡ് എനർജി എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലിയാണ്. ഒരു സാധാരണ നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ ഓഫീസുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു 1 ടൺ റെഫ്രിജറേഷൻ സിസ്റ്റം അല്ലെങ്കിൽ 1 ടൺ AC ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൻ്റെയൊക്കെ കംപ്രസറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എത്രത്തോളം വലിപ്പം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഒരു 100 TR-ൻ്റെയോ അല്ലെങ്കിൽ ഒരു 1000 TR-ൻ്റെയൊക്കെ ഉള്ള വലിയ കപ്പാസിറ്റിയിലുള്ള ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം നമുക്ക് ആവശ്യമായിട്ട് വേണ്ടി വരുമ്പോൾ അവിടെ നമ്മൾ കംപ്രസർ ഉപയോഗിക്കുകയാണെങ്കിൽ, കാരണം നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന റെഫ്രിജറൻ്റ് കംപ്രസ് ചെയ്യുന്നത് വേപ്പർ സ്റ്റേജിലാണ്. അപ്പോൾ അവിടുത്തെ ഈ കംപ്രസറിൻ്റെ ഇൻലെറ്റ്, നമ്മൾ സ്റ്റേറ്റ് പോയിന്റ് 1 ആയിട്ട് എടുക്കുന്ന കംപ്രസറിൻ്റെ ഇൻലെറ്റിലെ വേപ്പറിൻ്റെ വോളിയം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും, വളരെ വലിയ വോളിയം ആയിരിക്കും. അപ്പോൾ അത്രയും വളരെ വലിയ വോളിയത്തിലുള്ള അതായത് ഒരു പർട്ടിക്കുലർ ഇപ്പോൾ ഒരു 1000 TR റെഫ്രിജറേഷൻ കപ്പാസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റെഫ്രിജറൻറ്റിൻ്റെ വേപ്പർ എന്ന് പറയുന്നത് വളരെ വലിയ എമൗണ്ട് ആയിരിക്കും. അപ്പോൾ അത്രയും വലിയ എമൗണ്ട് വോളിയം ഓഫ് റെഫ്രിജറൻറ്റ് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര വലിയ കംപ്രസേഴ്സ് ആവശ്യമാണ്. റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന വൈബ്രേഷൻ, അപ്പോൾ ആ വൈബ്രേഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ബേസ്മെൻറ്റ് വേണം. അത്രയും വലിയ കംപ്രസർ വർക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ വളരെ വലുതായിരിക്കും. അപ്പോൾ ഇതേ എമൗണ്ട് ഓഫ് റെഫ്രിജറൻറ്റിനെ നമ്മൾ ലിക്വിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ അത്ര എമൗണ്ട് ലിക്വിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വളരെ ചെറിയ എമൗണ്ടിലുള്ള ലിക്വിഡ് മതിയാവും. അപ്പോൾ ലിക്വിഡാണ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ, ത്രൂ ഔട്ട് ദി സിസ്റ്റം നമ്മൾ ലിക്വിഡാണ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ചെറിയ വോളിയം ലിക്വിഡിനെ നമുക്ക് കംപ്രസ് ചെയ്യാൻ, റിക്വയർഡ് പ്രഷറിലേക്ക് റേസ് ചെയ്യാനായിട്ട് നമുക്ക് ഇത്ര വലിയൊരു കംപ്രസറിൻ്റെ ആവശ്യം വരില്ല. ചെറിയ ഒരു പമ്പ് ഉപയോഗിച്ച് നമുക്ക് ഈ പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലിക്വിഡാണ് നമ്മൾ ത്രൂ ഔട്ട് ദ സിസ്റ്റം യൂസ് ചെയ്യുന്നതെങ്കിൽ. വേപ്പർ കംപ്രസ് ചെയ്യാനാണ് നമുക്ക് ഇത്ര വലിപ്പത്തിലുള്ള കംപ്രസർ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇവാപ്പറേറ്റർ പ്രഷറിലും കണ്ടൻസർ പ്രഷറിലും ഒരേ സമയം ലിക്വിഡ് തന്നെയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ആ പ്രഷറിലേക്ക് ലിക്വിഡിനെ റേസ് ചെയ്യാനായിട്ട് പമ്പ് ഉപയോഗിച്ച് വളരെ കുറഞ്ഞ പവറിൽ, അതായത് വർക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ കംപ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഐഡിയ ആണ്, അല്ലെങ്കിൽ ആ തരത്തിൽ നമുക്ക് ഈ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ കംപ്രസറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മറ്റൊരു സിസ്റ്റത്തിലൂടെ ഈ വേപ്പർ അബ്സോർപ്ഷൻ എന്ന ഒരു കൺസെപ്റ്റിലൂടെ റെഫ്രിജറേഷൻ സൈക്കിൾ വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൽ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെഫ്രിജറൻ്റായിട്ട് ഉപയോഗിക്കുന്നത് അമോണിയയാണ്. അപ്പോൾ അമോണിയയുടെ ഒരു പ്രത്യേകത, അതായത് അമോണിയയും വാട്ടറും തമ്മിലുള്ള റിയാക്ഷനാണ് നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുന്നത്. വാട്ടറിനൊരു പ്രത്യേകതയുണ്ട്, അമോണിയ വേപ്പറിനെ അത് വളരെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അതേപോലെ തന്നെ അമോണിയയുടെ സോലുബിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച്, ഈ ലിക്വിഡിൻ്റെ അല്ലെങ്കിൽ ഈ സൊല്യൂഷൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ അമോണിയയും വാട്ടറും കൂടെ നമ്മൾ ബോയിൽ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, അമോണിയയും വാട്ടറും കൂടെ ഉള്ള ഒരു മിക്സർ നമ്മൾ ബോയിൽ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അമോണിയയുടെ ബോയിലിംഗ് പോയിൻറ്റ് വളരെ കുറവായതുകൊണ്ട്, വാട്ടറിനെ അപേക്ഷിച്ച് വളരെ കുറവായതുകൊണ്ട് അമോണിയ വളരെ പെട്ടെന്ന് തന്നെ വേപ്പറൈസ് ചെയ്യപ്പെടും. വാട്ടർ കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം, കുറച്ചുകൂടെ ടെമ്പറേച്ചർ ഹീറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ വാട്ടർ വേപ്പറൈസ് ആവുള്ളൂ. അതുപോലെ തന്നെ കൂൾ ചെയ്യുന്ന സമയത്ത് തണുപ്പിക്കുകയാണെങ്കിൽ അമോണിയ വേപ്പർ, ഇപ്പോൾ ഹൈ വേപ്പറിൽ ഇപ്പോൾ വാട്ടർ പ്ലസ് അമോണിയ വേപ്പർ ആണെന്നുണ്ടെങ്കിൽ തണുപ്പിക്കുമ്പോൾ വാട്ടർ വളരെ പെട്ടെന്ന് തന്നെ കണ്ടൻസ് ആയിട്ട് ലിക്വിഡായിട്ട് മാറും. അമോണിയ വേപ്പർ സ്റ്റിൽ കുറഞ്ഞ ടെമ്പറേച്ചറിലും വേപ്പറായിട്ട് തന്നെ നിലനിൽക്കാൻ അമോണിയയ്ക്ക് കഴിയും. അങ്ങനെ വാട്ടറിൽ നിന്ന് അമോണിയ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ ഈ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ റെഫ്രിജറൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് അമോണിയയാണ്, അബ്സോർബറായിട്ട് യൂസ് ചെയ്യുന്നത് വാട്ടറുമാണ്. അപ്പോൾ നമുക്ക് സ്കീമാറ്റിക് ഡയഗ്രത്തിലൂടെ തന്നെ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ മറ്റെല്ലാ റെഫ്രിജറേഷൻ സിസ്റ്റത്തെ പോലെ തന്നെ, നേരത്തെ പറഞ്ഞിട്ടുള്ള വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തെ പോലെ തന്നെ ഈ ഒരു സിസ്റ്റത്തിലും നമുക്ക് ഇവാപ്പറേറ്റർ ഉണ്ട്.
ഇവാപ്പറേറ്റർ ഉണ്ട്. അതേപോലെ തന്നെ ഒരു കണ്ടൻസറുണ്ട്. ദിസ് ഈസ് അവർ കണ്ടൻസറിൽ കണ്ടൻസ് ചെയ്ത ലിക്വിഡിനെ എത്തിക്കാനായിട്ട് എക്സ്പാൻഷൻ വാൽവ് ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് അവർ എക്സ്പാൻഷൻ വാൽവ്. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനി എന്താണ് നമ്മുടെ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിലുണ്ടായിരുന്നത്? ഒരു കംപ്രസറും കൂടെ ആയിരുന്നു അല്ലേ? ഇവാപ്പറേറ്ററിൽ നിന്ന് നമ്മൾ കംപ്രസ് ചെയ്ത് കണ്ടൻസറിൽ എത്തിക്കുന്നു. കണ്ടൻസറിൽ നിന്ന് എക്സ്പാൻഷൻ വാൽവ് ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്ത് വീണ്ടും ഇവാപ്പറേറ്ററിലേക്ക് സൈക്കിൾ കണ്ടിന്യൂ. ഇതായിരുന്നു വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് അല്ലേ? ഇപ്പോൾ ഇവിടെ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൽ നമ്മൾ കംപ്രസറിന് പകരം ഒരു അബ്സോർബർ ജനറേറ്റർ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവാപ്പറേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, ഇപ്പോൾ നമുക്കറിയാം ഇവാപ്പറേറ്ററിലേക്ക് ലിക്വിഡ് റെഫ്രിജറൻറ്റ് വരുന്നു. ഈ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഇവാപ്പറേറ്ററിനുള്ളിൽ വെച്ച് ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഇവിടെ ഹീറ്റ് അബ്സോർപ്ഷൻ നടക്കുന്നു. റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ്, ഹീറ്റ് അബ്സോർപ്ഷൻ നടക്കുന്നു. ഇവാപ്പറേറ്റർ ആയതുകൊണ്ട് അതിനെ ഞാൻ QE എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഇവിടുത്തെ ടെമ്പറേച്ചർ ഇവാപ്പറേറ്റർ ടെമ്പറേച്ചർ TEയുമാണ്. അപ്പോൾ ഈ TE ടെമ്പറേച്ചറിൽ ഈ QE എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഈ ലിക്വിഡ് റെഫ്രിജറൻറ്റ് വേപ്പറായിട്ട് മാറുന്നു. നമ്മൾ പറഞ്ഞു നേരത്തെ ഇവിടെ ഉപയോഗിക്കുന്ന റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത് അമോണിയയാണ്. അപ്പോൾ അമോണിയ ലിക്വിഡ് ഈ ഇവാപ്പറേറ്ററിനുള്ളിൽ വെച്ച് ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ട് അമോണിയ വേപ്പറായിട്ട് പുറത്തേക്ക് വരുന്നു. ഓക്കെ, ഈ അമോണിയ വേപ്പറിനെ നമ്മൾ ഒരു അബ്സോർബറിനുള്ളിലേക്ക് കളക്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഒരു അബ്സോർബർ ഉണ്ട്. ഓക്കെ, ഈ അബ്സോർബറിനുള്ളിൽ വാട്ടർ റെഡിയായി നിൽക്കുകയാണ്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള വാട്ടർ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ വാട്ടറിനുള്ളിലേക്ക് അമോണിയ വേപ്പർ വരുമ്പോഴത്തേക്കും ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറാണ്. അബ്സോർബറിനുള്ളിലെ ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആയതുകൊണ്ട് അതിനെ TA എന്ന് വിളിക്കുകയാണ്. ഇപ്പോൾ TA അബ്സോർബർ ടെമ്പറേച്ചറിലിരിക്കുന്ന ഈ വാട്ടറിനുള്ളിലേക്ക് ഈ അമോണിയ വേപ്പർ അബ്സോർവ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ അബ്സോർവ് ചെയ്യപ്പെടുമ്പോൾ അമോണിയ വേപ്പർ വാട്ടറിനുള്ളിലേക്ക് അബ്സോർവ് ചെയ്യപ്പെടുമ്പോൾ അത് അമോണിയ വേപ്പർ കണ്ടൻസായി അവിടെ ലിക്വിഡായിട്ട് മാറുന്നു. കണ്ടൻസ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഈ അമോണിയ വേപ്പറിലുണ്ടായിരുന്ന ലേറ്റൻറ്റ് ഹീറ്റ് അത് റിജക്റ്റ് ചെയ്യുന്നു. ആ ലേറ്റൻറ്റ് ഹീറ്റ് റിജക്റ്റ് ചെയ്യുമ്പോൾ ഇത് ഈ ഒരു സൊല്യൂഷൻ്റെ ടെമ്പറേച്ചർ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ടെമ്പറേച്ചറിനെ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട്, ഇവിടുന്ന് ഹീറ്റ് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മളിവിടെ കൂളിംഗ് വാട്ടർ സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഇതിൽ നിന്ന് അബ്സോർബർ ആയതുകൊണ്ട് QA എമൗണ്ട് ഓഫ് ഹീറ്റ് പുറത്തേക്ക് റിജക്റ്റ് ചെയ്യുന്നു. ഈ ലേറ്റൻറ്റ് ഹീറ്റ് പുറത്തേക്ക് ഇവിടെ റിജക്റ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് അമോണിയ വാട്ടർ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടി. അമോണിയയുടെയും വാട്ടറിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടി. സൊല്യൂഷൻ എന്ന് പറയുന്നത് അമോണിയയുടെ അളവ് വളരെ കൂടുതലായിരിക്കും. അതായത് ഒരു റിച്ച് സൊല്യൂഷനാണ് അമോണിയയുടെ ഒരു റിച്ച് സൊല്യൂഷൻ, റിച്ച് അക്വസ് സൊല്യൂഷൻ നമുക്ക് അബ്സോർബറിൽ കിട്ടി. QA എമൗണ്ട് ഹീറ്റ് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി ഇതിനെ നമുക്ക് കണ്ടൻസർ പ്രഷറിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇവിടെ ലിക്വിഡാണ്. നേരത്തെ വേപ്പർ ആയിരുന്നപ്പോൾ നമ്മൾ കംപ്രസർ ഉപയോഗിച്ചു. ഇവിടെ ലിക്വിഡ് ആയതുകൊണ്ട് നമുക്കൊരു പമ്പ് ഉപയോഗിച്ച് ഇതിനെ, ദിസ് ഈസ് അവർ പമ്പ്. ഇവിടെ നമുക്ക് വർക്ക് ഇൻപുട്ട് കൊടുക്കുന്ന വർക്ക് കൊടുക്കുന്നത് ഇവിടെയാണ്. പമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പമ്പ് ചെയ്ത് ഒരു ജനറേറ്ററിലേക്ക് കൊടുക്കുന്നു. അടുത്ത നമ്മളുടെ പാർട്ടാണ് ജനറേറ്റർ. ദിസ് ഈസ് അവർ ജനറേറ്റർ. ഓക്കെ, ജനറേറ്ററിലേക്ക് കൊടുക്കും. അപ്പോൾ നമുക്കിവിടെ ഈ സ്ട്രോങ് സൊല്യൂഷൻ ഇവിടെ നിന്ന് മുകളിലേക്ക് പമ്പ് ചെയ്യുന്നത് സ്ട്രോങ് അമോണിയ സൊല്യൂഷനാണ് ഈ പമ്പ് ചെയ്ത് പോകുന്നത്. പമ്പ് ചെയ്ത് ജനറേറ്ററിലേക്ക് അതിനെ എത്തിക്കുന്നു. ജനറേറ്ററിൽ അവിടെ വെച്ച് നമ്മളതിനെ ഹീറ്റ് ചെയ്യുന്നു. ഈ ഒരു സൊല്യൂഷനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. QG എമൗണ്ട്, ജനറേറ്ററായിട്ട് ഞാൻ ഇതിനെ QG എന്ന് വിളിക്കുകയാണ്. QG എമൗണ്ട് ഓഫ് ഹീറ്റ് ഇതിനുള്ളിലേക്ക് സപ്ലൈ ചെയ്ത് നമ്മളിതിനെ ഹീറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി നമുക്ക് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഹീറ്റിംഗ് കോയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹീറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഈ സിസ്റ്റം യൂസ് ചെയ്യുന്നത് വേസ്റ്റ് ഹീറ്റ് അവൈലബിൾ ആയിട്ടുള്ള മറ്റ് പ്ലാന്റുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് മറ്റ് പ്ലാന്റിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന സ്റ്റീമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോട്ട് ഗ്യാസസോ ഒക്കെയാണ് നമ്മളിവിടെ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് വേസ്റ്റായിട്ട് പുറത്തേക്ക് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് റിജക്റ്റ് ചെയ്യപ്പെടുന്ന, വേറെ ഏതെങ്കിലും സിസ്റ്റത്തിൽ നിന്ന് റിജക്റ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റ് ഹീറ്റ് ഇവിടെ ഈ ജനറേറ്ററിലെ ഈ സ്ട്രോങ് അക്വസ് അമോണിയ സൊല്യൂഷനെ ഹീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ഈ ഹീറ്റിങ്ങിനായിട്ട് സോളാർ എനർജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സോളാർ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റമായിട്ട് ഇതിനെ മാറ്റുകയും ചെയ്യാം. അപ്പോൾ ഈ സ്ട്രോങ് അമോണിയ അക്വസ് അമോണിയ സൊല്യൂഷൻ നമ്മളുടെ ജനറേറ്ററിൽ എത്തിയിരിക്കുകയാണ്.
ഇവിടെ ഈ QG എമൗണ്ട് ഓഫ് ഹീറ്റ് ഇതിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം അമോണിയയുടെ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണ്. അമോണിയ വളരെ പെട്ടെന്ന് തന്നെ വേപ്പറായിട്ട് മാറുന്നു. അമോണിയ വേപ്പർ ഇതിൽ നിന്ന് വാട്ടറിൽ നിന്ന് സെപ്പറേറ്റ് ആണ്. വാട്ടർ ബോയിൽ ആകുന്നതിന് മുമ്പ് തന്നെ അമോണിയ ബോയിലായിട്ട് അമോണിയ വേപ്പർ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആയി പുറത്തേക്ക് വരുന്നു. അപ്പോൾ ബാക്കി വാട്ടർ അവിടെ തന്നെയുണ്ട് അല്ലേ. അമോണിയ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ജനറേറ്ററിലുള്ള എന്താ ഒരു വീക്ക് സൊല്യൂഷൻ ആണല്ലേ. അമോണിയയുടെ കോൺസെൻട്രേഷൻ ഇപ്പോൾ അവിടെ കുറവാണ്, അമോണിയ വേപ്പറായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ആ വീക്ക് സൊല്യൂഷനെ നമ്മൾ വീണ്ടും റിട്ടേൺ ചെയ്ത് നമ്മളുടെ അബ്സോർബറിലേക്ക് എത്തിക്കും. പക്ഷേ പ്രശ്നം എന്താ, ഇവിടെ പമ്പ് ഈ സൊല്യൂഷൻ്റെ പ്രഷർ, ഹയർ പ്രഷർ, കണ്ടൻസർ പ്രഷറിലേക്ക് ഇതിനെ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തിരിച്ചത് വീണ്ടും അബ്സോർബറിലേക്ക് എത്തിക്കണമെങ്കിൽ തിരിച്ച് ഇവാപ്പറേറ്റർ പ്രഷറിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു എക്സ്പാൻഷൻ വാൽവ് കൂടി ഉപയോഗിക്കുന്നു. ഈ എക്സ്പാൻഷൻ വാൽവ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഈ വീക്ക് അക്വസ് സൊല്യൂഷൻ അക്വസ് അമോണിയ സൊല്യൂഷനെ നമ്മൾ തിരിച്ച് അബ്സോർബറിലേക്ക് എത്തിക്കുന്നു. ഇവിടെ വീക്ക് സൊല്യൂഷനെ നമ്മൾ തിരിച്ച് അബ്സോർബറിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് അമോണിയ വേപ്പർ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറുള്ള അമോണിയ വേപ്പർ ഈ പോയിന്റിലുണ്ട്. ഈ അമോണിയ വേപ്പറിനെ നമ്മളുടെ കണ്ടൻസറിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഈ അമോണിയ വേപ്പറിനെ നമ്മൾ നമ്മുടെ കണ്ടൻസറിലേക്ക് കൊടുക്കുന്നു. ഇവിടെ വെച്ച് ഈ കണ്ടൻസറിൽ വെച്ചിട്ട് നമ്മൾ കൂളിംഗ് വാട്ടർ ഇതുവഴി പാസ് ചെയ്ത് കൂളിംഗ് വാട്ടർ കൊടുത്ത് ഈ അമോണിയ വേപ്പറിനെ നമ്മൾ കണ്ടൻസ് ചെയ്യിപ്പിക്കണം. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ വേപ്പറിലുള്ള ഹീറ്റ് നമ്മളിവിടെ വെച്ച് കൊടുത്ത് ഈ വേപ്പറിൽ ഇപ്പോൾ ഒരു ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ വേപ്പറാണ് അവിടെ നിൽക്കുന്നത്. ആ വേപ്പറിലുള്ള ഹീറ്റ് ഈ കൂളിംഗ് വാട്ടറിലേക്ക് പുറത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എഴുതുന്ന ഇവിടെ റിജക്റ്റായി പുറത്തേക്ക് പോകുന്നത് കണ്ടൻസർ ആൻഡ് QC എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവിടെ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്താ, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ തന്നെയല്ലേ. TA നമ്മുടെ അബ്സോർബറിലെ ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ കണ്ടൻസറും അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലേക്കാണ് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത്. അവിടെ TA ഹീറ്റ് ടെമ്പറേച്ചറിൽ നമ്മൾ QC എമൗണ്ട് ഹീറ്റ് ഇവിടെ ഈ കൂളിംഗ് വാട്ടറിലേക്ക് റിജക്റ്റ് ചെയ്ത് പുറത്തേക്ക് കളയുന്നു. അപ്പോൾ എന്താ സംഭവിച്ചാൽ കണ്ടൻസ് ചെയ്ത് നമ്മളുടെ അമോണിയ വേപ്പർ ഇവിടെ കണ്ടൻസറിൽ വെച്ച് കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് അമോണിയ ആയിട്ട് മാറുന്നു. ഈ ലിക്വിഡ് അമോണിയയെ അപ്പോൾ ഹൈ പ്രഷറിലുള്ള ലിക്വിഡ് അമോണിയ റെഫ്രിജറൻ്റായി ഈ ലിക്വിഡ് അമോണിയയെ നമ്മളുടെ എക്സ്പാൻഷൻ വാൽവിലൂടെ എക്സ്പാൻഡ് ചെയ്യിപ്പിച്ച് ത്രോട്ടിൽ ചെയ്യിപ്പിച്ച് തണുപ്പിച്ച്, ത്രോട്ട്ലിംഗ് പ്രോസസ്സാണ്, ഐസെൻതാൽപിക് എക്സ്പാൻഷനാണ്. അപ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും, പ്രഷർ റെഡ്യൂസ് ചെയ്യും. ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറൻ്റായിട്ട് ഇവാപ്പറേറ്ററിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം. നമുക്ക് നോക്കാം നമ്മുടെ കമ്പോണൻസ് എന്തൊക്കെയാണ്. ഇവാപ്പറേറ്റർ, അബ്സോർബർ, ജനറേറ്റർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ്, ദെൻ പമ്പും ഒരു എക്സ്പാൻഷൻ വാൽവും. ഇവിടെ നമ്മുടെ വേപ്പർ കംപ്രഷൻ സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ, ഇവിടെ ഇവാപ്പറേറ്ററും കണ്ടൻസറും എക്സ്പാൻഷൻ വാൽവും ഒക്കെ പഴയ സിസ്റ്റത്തിലുള്ളതുപോലെ തന്നെ ഇവിടെയുണ്ട്. ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് കംപ്രസർ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിനെ, നമ്മളുടെ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിലെ കംപ്രസർ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിനെ നമ്മളൊരു അബ്സോർബർ ജനറേറ്റർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. ഇവിടെ കംപ്രസർ മാറ്റുന്നത് കൊണ്ട് നമ്മളുടെ ഒരു ഹൈ ഗ്രേഡ് എനർജിയെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വളരെ കുറഞ്ഞ പമ്പ് വർക്കിലൂടെ, വളരെ ചെറിയ പമ്പ് വർക്കിലൂടെയും ലോ ഗ്രേഡ് എനർജി ആയിട്ടുള്ള തെർമൽ എനർജിയിലൂടെയും നമുക്ക് ഈ സിസ്റ്റത്തെ റൺ ചെയ്യിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ COP വളരെ കുറവാണെങ്കിൽ കൂടി നമുക്കിത് വളരെ വലിയ സിസ്റ്റത്തിലൊക്കെ നമുക്ക് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് പോയിൻറ്റുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റ് നമ്മളെപ്പോഴും സ്റ്റേറ്റ് പോയിൻറ്റ് 1 ആയിട്ട് എടുക്കുന്നു. സ്റ്റേറ്റ് പോയിൻറ്റ് 1നെ എന്ത് ചെയ്തു, ഈ ഒരു സിസ്റ്റം കംപ്രസ് ചെയ്ത് ഹൈ പ്രഷർ വേപ്പറായിട്ട് മാറ്റുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ മൊത്തത്തിൻ്റെ എക്സിറ്റായിട്ട് സ്റ്റേറ്റ് പോയിൻറ്റ് 2 ഞാൻ മാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം കണ്ടൻസറിൻ്റെ എക്സിറ്റ് സ്റ്റേറ്റ് പോയിൻറ്റ് 3, എക്സ്പാൻഷൻ വാൽവിൻ്റെ എക്സിറ്റ് സ്റ്റേറ്റ് പോയിൻറ്റ് 4. ഇനി നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ COP ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ സിസ്റ്റത്തിലെ എനർജി ബാലൻസ് ഒന്ന് ചെയ്യുകയാണ്. സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലെ എനർജി ബാലൻസ് എടുത്തു കഴിയുമ്പോൾ ഇവിടെ എനർജി ഇൻപുട്ട് എന്ന് പറയുന്നത്, സിസ്റ്റത്തിനുള്ളിലേക്ക് എനർജി വരുന്നത് ഒന്ന് നമ്മുടെ ഇവാപ്പറേറ്ററിലാണ്. QE എമൗണ്ട് ഓഫ് എനർജി അവിടെ എനർജി ഇന്നായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജനറേറ്ററിൽ QG എമൗണ്ട് ഓഫ് ഹീറ്റ് നമ്മളവിടെ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ പമ്പിൽ കൊടുക്കുന്ന WP പമ്പ് വർക്കും കൂടെ അവിടെ ഇൻപുട്ടായിട്ടുണ്ട്. ഈ സിസ്റ്റത്തിന് പുറത്തേക്ക് പോകുന്ന എനർജീസ് ഏതൊക്കെയാണ്, ഇവിടെ അബ്സോർബറിനുള്ളിൽ QA എമൗണ്ട് ഓഫ് ഹീറ്റ് നമ്മൾ പുറത്തേക്ക് കളയുന്നുണ്ട്. അതേപോലെ കണ്ടൻസറിനുള്ളിൽ QC എമൗണ്ട് ഓഫ് ഹീറ്റ് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എനർജി ഇൻ ഈസിക്കൽ ടു എനർജി ഔട്ട് എന്ന രീതിയിൽ എനർജി ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം. എനർജി ഇന്നായിരിക്കുക QE പ്ലസ് ഇനിയുള്ളത് QG പ്ലസ് WP.
സാധാരണ പല ടെക്സ്റ്റ് ബുക്കുകളിലും ഈ പമ്പ് വർക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാറാണ് പതിവ്. കാരണം കമ്പയർഡ് ടു QG ഇവിടെ കൊടുക്കുന്ന ഈ ഹീറ്റ് ഇൻപുട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ പമ്പ് വർക്ക് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, വളരെ ചെറുതാണ്. നമുക്കത് നെഗ്ലിജിബിളാണ്, നെഗ്ലക്റ്റ് ചെയ്ത് കളയാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമ്മൾ അതും കൂടെ ഉപയോഗിക്കുകയാണ്. ഇൻ കേസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പമ്പ് വർക്കും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ എക്സാമിന് പ്രോബ്ലം ചെയ്യുമ്പോൾ പമ്പ് വർക്ക് കൂടെ തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമ്മളവിടെ ഉപയോഗിക്കുക. അപ്പോൾ അതാണ് നമ്മളുടെ എനർജി ഇൻ എന്ന് പറയുന്നത്. ഇനി എനർജി ഔട്ട് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഇവിടെ എനർജി പുറത്തേക്ക് കൊടുക്കുന്നത് അബ്സോർബറിലും ഉണ്ട്, കണ്ടൻസറിലും ഉണ്ട്. അപ്പോൾ അബ്സോർബറിൽ QA പ്ലസ്, പിന്നെ പുറത്തേക്ക് പോകുന്നത് കണ്ടൻസറിലാണ് QC. ഓക്കെ, ഇതാണ് നമ്മളുടെ എനർജി ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഈക്വേഷനിൽ ഞാൻ മൊത്തം ഈക്വേഷനെ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുകയാണ്. ഈ ടോട്ടൽ ഇക്വേഷൻ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുകയാണ്. ഫോർ QE ഡിവൈഡഡ് ബൈ TA, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറായിട്ട് നമ്മൾ എടുക്കുന്നത് TA ആണ്. QE ഡിവൈഡഡ് ബൈ TA പ്ലസ് ഇതിനെ ഒരുമിച്ച് അങ്ങ് എടുക്കുകയാണ്, ഈ QGയും പമ്പ് വർക്കിനെയും കൂടെ. കാരണം പമ്പ് വർക്ക് നെഗ്ലിജിബിൾ ആണ്, പിന്നെ നമുക്ക് കളയാൻ ഉദ്ദേശിക്കുന്നില്ല, അതിൻ്റെ കൂട്ടത്തിൽ ഇടുകയാണ്. അപ്പോൾ അത് രണ്ടോടെ ഒറ്റ ടൈമായിട്ട് അങ്ങ് എടുക്കുകയാണ്. QG പ്ലസ് WP divided by TA equal to QA divided by TA plus QC divided by TA. ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കുകയാണ്. ഇനി എല്ലാ പ്രോസസ്സുകളും ഒരു ഐഡിയൽ പ്രോസസ്സുകളായതുകൊണ്ട് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. മൊത്തം പ്രോസസ്സ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന എൻട്രോപ്പിയിലുണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കാം. നമുക്കറിയാം ചേഞ്ച് ഇൻ എൻട്രോപ്പി ΔS = Q/T എന്നുള്ള ഇക്വേഷനൊക്കെ നമ്മൾ ഉപയോഗിച്ചാണ് ആദ്യം അല്ലേ. അപ്പോൾ അതും പ്രകാരം നമുക്ക് ഇതിൻ്റെ ഒരു എൻട്രോപ്പി, ടോട്ടൽ എൻട്രോപ്പി ഈക്വൽ ടു 0 എന്നുള്ള കൺസെപ്റ്റ് പ്രകാരം QE ഡിവൈഡഡ് ബൈ ഇവാപ്പറേറ്റർ വർക്ക് ചെയ്യുന്ന TE ടെമ്പറേച്ചറിലാണ്, TE പ്ലസ് QG പ്ലസ് WP. ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് ജനറേറ്റർ ടെമ്പറേച്ചർ ഇവിടെ TG ആണെങ്കിൽ ഡിവൈഡ് ബൈ TG ഈക്വൽ ടു അബ്സോർബർ വർക്ക് ചെയ്യുന്നതും TA ടെമ്പറേച്ചറിലാണ്. ഫോർ QA ഡിവൈഡഡ് ബൈ TA പ്ലസ് കണ്ടൻസർ വർക്ക് ചെയ്യുന്നതും TA ടെമ്പറേച്ചറിലാണ്. ഫോർ QC ഡിവൈഡഡ് ബൈ TA. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇക്വേഷൻ 1ഉം 2ഉം കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇക്വേഷൻ്റെ ഈ സൈഡ് രണ്ടും സെയിം ആണ്. QA ഡിവൈഡഡ് ബൈ TA പ്ലസ് QC ഡിവൈഡഡ് ബൈ TA രണ്ട് സൈഡും സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ സൈഡിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ അപ്പുറത്തെ സൈഡ് ഞാൻ ഇക്വേറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. QE ഡിവൈഡഡ് ബൈ TA പ്ലസ് QG പ്ലസ് WP ഡിവൈഡഡ് ബൈ TA equal to QE divided by TE plus QG plus WP divided by TG. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് QEയുടെ ടേംസിനെ എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റാം. ഫോർ QE ഡിവൈഡഡ് ബൈ TA, ഇവിടുന്ന് QE ഡിവൈഡ് ബൈ TE ഇപ്പുറത്തേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആകും. മൈനസ് QE ഡിവൈഡഡ് ബൈ TE ഈക്വൽ ടു, ഇവിടെ ഈ QG പ്ലസ് WP എന്നുള്ള ടൈം ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുന്നു. QG പ്ലസ് WP ഡിവൈഡഡ് ബൈ TG അപ്പുറത്തേക്ക് മൈനസ് ആക്കുക. QG പ്ലസ് WP ഡിവൈഡഡ് ബൈ TA. ഓക്കെ, ഇവിടെ QE കോമൺ ആണ്. സോ QE ഇവിടെ കോമൺ ആയിട്ട് മാറ്റി. QE ഇൻറ്റു 1 ബൈ TA മൈനസ് 1 ബൈ TE ഈക്വൽ ടു, ഇവിടെ QG പ്ലസ് WP കോമൺ ആണ്. QG പ്ലസ് WP ഇൻറ്റു 1 ബൈ TG മൈനസ് 1 ബൈ TA. ഓക്കെ, ഇനി നമുക്ക് COPയുടെ ഇക്വേഷൻ നമുക്കറിയാം. COPയുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് COP ഈസ് ഈക്വൽ ടു റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് ഡിവൈഡഡ് ബൈ വർക്ക്. ഇതാണ്
ഓക്കെ, ഞാൻ ഒന്നും കൂടെ മൊത്തത്തിലൊന്ന് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ എനർജി ബാലൻസ് ചെയ്തു, അതിനെ ടോട്ടൽ ഇക്വേഷൻ ടി എ വെച്ച് ഡിവൈഡ് ചെയ്തു. ദെൻ ടോട്ടൽ എൻട്രോപ്പി, ടോട്ടൽ എല്ലാ പ്രോസസ്സും ഐഡിയൽ പ്രോസസ്സുകളായതുകൊണ്ട് ടോട്ടൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈക്വൽ ടു 0 എന്നുള്ള കൺസെപ്റ്റിൽ എല്ലാത്തിൻ്റെ എൻട്രോപ്പീസ് ഇക്വേറ്റ് ചെയ്തു. എൻട്രോപ്പി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ ഇക്വേഷൻ്റെ രണ്ടിൻ്റെയും ഒരു സൈഡ് സെയിം ആണ്, അതുകൊണ്ട് അപ്പുറത്തെ സൈഡിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. ഇവിടെ റീഅറേഞ്ച് ചെയ്ത് എഴുതി ക്യൂയുടെ ടേംസ് എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി അവിടെ നിർത്തിയിരിക്കുകയാണ്. ഇനി സി ഒ പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ ആണെന്നറിയാം. റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് ഇവിടെ എവിടെയാണ്? നമ്മുടെ ക്യു ഇ എമൗണ്ട് ആണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്, അതാണ് നമ്മളുടെ ഹീറ്റ് അബ്സോർബ്, ടോട്ടൽ ഹീറ്റ് അബ്സോർബ് ആണ് നമ്മുടെ റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ്. ദെയർഫോർ ക്യു ഇ റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ക്യു ഇ ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ വർക്ക് നമ്മൾ കൊടുക്കുന്ന വർക്ക് ഇൻപുട്ട് എന്തൊക്കെയാണ്? ഇവിടെ നമ്മൾ കൊടുക്കുന്ന വർക്ക് ഇൻപുട്ട് ഒന്ന് പമ്പ് വർക്ക്, അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ജനറേറ്ററിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റാണ്. വേസ്റ്റ് ഹീറ്റ് ആണെങ്കിൽ വേസ്റ്റ് ഹീറ്റ്, ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് ഹീറ്റിംഗ് കോയിൽ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ക്യു ജിയും ഡബ്ല്യു പിയും ആണ്. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ക്യു ജി പ്ലസ് ഡബ്ല്യു പി ആണ് അല്ലേ? ഓക്കെ, therefore COP is equal to QE. ഇവിടെ ഈ ഇക്വേഷൻ ഒന്ന് QE ഡിവൈഡഡ് ബൈ QG ബൈ WP എടുക്കാമല്ലോ. QE ഇവിടെ നിർത്തുക, ഇതിനെ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഈ ടൈം ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകും. ബാക്കി വരുന്നത് QE ബൈ WP ഇത് അപ്പുറത്തിപ്പുറത്തും കൊണ്ടുവരുമ്പോൾ ബാക്കി വരുന്നത് 1 ബൈ TG മൈനസ് 1 ബൈ TA ഡിവൈഡഡ് ബൈ ഈ ടൈം അപ്പുറത്തേക്ക് പോകും അല്ലേ? 1 ബൈ TA minus 1 by TE. Okay, which is equal to TA minus TG divided by TG TA all divided by TE minus TA divided by TA TE. ഓക്കെ, മുകളിലും താഴെയും ടി എ കട്ട് ചെയ്ത് പോകും. ബാക്കി വരുന്നത് COP is equal to TA minus TG divided by TG into TE divided by TE minus TA. This is the expression for COP of a vapor absorption system. അപ്പോൾ ഈ സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം ഇത്ര സിമ്പിൾ ആണ് എങ്കിൽ കൂടി, അപ്പോൾ കംപ്രസർ ഒഴിവാക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഒരുപാടുണ്ട്. എന്നിരുന്നാൽ കൂടി ഇത് പ്രാക്ടിക്കലി ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് COP എന്ന് പറയുന്നത് വളരെ ലോ ആണ്. അപ്പോൾ നമ്മളിതിനെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിനെ കുറച്ച് മോഡിഫിക്കേഷൻസും കൂടെ ആവശ്യമായിട്ട് വേണ്ടി വരും. ഇതിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചില മോഡിഫിക്കേഷൻ കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനായിട്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രാക്ടിക്കൽ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് അഡീഷണൽ ഡിവൈസുകളും കൂടെ ഈ ഒരു സിസ്റ്റത്തിൽ കുറച്ച് ആക്സസറീസുകളൂടെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്ന് നമുക്ക് അടുത്ത സ്കീമാറ്റിക് ഡയഗ്രത്തിലൂടെ നമുക്ക് നോക്കാം. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഇവാപ്പറേറ്ററുണ്ട്, നമ്മളുടെ ഇവാപ്പറേറ്ററുണ്ട്, കണ്ടൻസറുണ്ട്, ഇവാപ്പറേറ്റർ, കണ്ടൻസർ, ദെൻ നമ്മളുടെ അബ്സോർബറുണ്ട്, ജനറേറ്ററുണ്ട്. അബ്സോർബർ ജനറേറ്റർ യൂണിറ്റിനിടയ്ക്ക് നമ്മളുടെ പമ്പുണ്ട്. ഇവിടെ ഒരു എക്സ്പാൻഷൻ വാൽവ് ഉണ്ട് അല്ലേ? ഈ സ്ട്രോങ് സൊല്യൂഷനും വീക്ക് സൊല്യൂഷനും ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ള പമ്പും എക്സ്പാൻഷൻ വാൽവും ഉണ്ട്. ഇവിടെ നമ്മളുടെ എക്സ്പാൻഷൻ വാൽവ് ഉണ്ട്, അതായത് കണ്ടൻസർ പ്രഷറിൽ നിന്ന് ഇവാപ്പറേറ്റർ പ്രഷറിലേക്ക് എത്തിക്കാനായിട്ട്. ദിസ് ഈസ് അവർ ഇവാപ്പറേറ്റർ, ദിസ് ഈസ് അവർ അബ്സോർബർ, ദെൻ ജനറേറ്റർ. ഓക്കെ, ദെൻ ദിസ് ഈസ് അവർ കണ്ടൻസർ. അപ്പോൾ അഡീഷണലായിട്ട് ഇതിൽ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമുക്ക് ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മളുടെ അബ്സോർബറിൽ നിന്ന് തന്നെ തുടങ്ങാം. അബ്സോർബറിൽ നിന്ന് സ്ട്രോങ് സൊല്യൂഷൻ പമ്പ് ഉപയോഗിച്ച് നമ്മൾ പമ്പ് ചെയ്യുകയാണ്. പമ്പ് ചെയ്ത് നമ്മൾ ജനറേറ്ററിലേക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ജനറേറ്ററിൽ വെച്ചിട്ട് നമ്മൾ എന്താ സാധാരണ ചെയ്യുക? ജനറേറ്ററിലാണ് നമ്മളിവിടെ ഹീറ്റ് കൊടുക്കുന്നത്, അല്ലെ QG കൊടുക്കുന്നത്. ഈ ഹീറ്റ് കൊടുക്കുമ്പോൾ നമ്മളറിയാം വാട്ടറും
അമോണിയയും കൂടെയുള്ള സ്ട്രോങ് സൊല്യൂഷനാണ്. അത് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം കൃത്യമായിട്ട് അമോണിയ മാത്രമേ വേപ്പറായിട്ട് മാറാൻ പാടുള്ളൂ എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അവിടെ വാട്ടറും കൂടെ ചിലപ്പോൾ ബോയിലായിട്ട് വാട്ടർ വേപ്പറും കൂടെ ഇതിൽ ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അമോണിയ വേപ്പറിനോടൊപ്പം കുറച്ച് വാട്ടർ വേപ്പറെങ്കിലും സെപ്പറേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ വാട്ടർ വേപ്പർ ഇങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ അത് കണ്ടൻസറിലെത്തി കണ്ടൻസ് ചെയ്ത് എക്സ്പാൻഷൻ വാൽവിലൂടെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ വാട്ടർ വേപ്പർ ഫ്രീസായിട്ട് ബ്ലോക്ക് ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഒരു അനലൈസർ റെക്ടിഫയർ യൂണിറ്റ് നമ്മൾ ഇതിനോടൊപ്പം ഉപയോഗിക്കുന്നുണ്ട്. അനലൈസർ എന്ന് പറയുന്നത് ഈ ജനറേറ്ററിനോടൊപ്പം ഉപയോഗിക്കുന്ന ഒരു ഇൻ്റഗ്രൽ പാർട്ട് തന്നെയാണ് അനലൈസർ എന്ന് പറയുന്നത്. ജനറേറ്ററിനുള്ളിൽ നമ്മൾ അഡീഷണൽ ആയിട്ടൊരു പാർട്ട് വെക്കുകയാണ്. ഈ യൂണിറ്റിനുള്ളിൽ ഇങ്ങനെ ഫിൻസ് പോലെ അല്ലെങ്കിൽ പ്ലേറ്റുകൾ ഇതിനുള്ളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. കോണ്ടാക്റ്റ് ഏരിയ ഇൻക്രീസ് ചെയ്യാനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ പമ്പ് ചെയ്ത് വരുന്ന ലിക്വിഡിനെ നമ്മൾ ഈ അനലൈസറിനുള്ളിലേക്കാണ് ആദ്യം കൊടുക്കുക. ഇത് ഈ അനലൈസറിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ അനലൈസറിലൂടെയാണ് ഈ ഫ്ലൂയിഡ് ഈ സ്ട്രോങ് സൊല്യൂഷൻ നമ്മളുടെ ജനറേറ്ററിനുള്ളിലേക്ക് വരുന്നത്. ഇവിടെ വെച്ച് ഇത് QG എമൗണ്ട് ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ട് വേപ്പറായിട്ട് മാറുന്നു. വേപ്പറായിട്ട് അമോണിയ വേപ്പറാണ് മുകളിലേക്ക് പോകേണ്ടത്. അമോണിയയോടൊപ്പം എന്തെങ്കിലും തരത്തിൽ വാട്ടർ വേപ്പറും കൂടെ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ കോണ്ടാക്റ്റ് ഏരിയ വളരെ കൂടുതലായതുകൊണ്ടും ഈ മുകളിലേക്ക് പോകുന്ന വേപ്പറിനെ അപേക്ഷിച്ച് ഇവിടുന്ന് താഴേക്ക് വരുന്ന ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ കുറവായതുകൊണ്ടും എന്തെങ്കിലും തരത്തിൽ വാട്ടർ ഉണ്ടെങ്കിൽ വാട്ടർ പെട്ടെന്ന് തന്നെ കണ്ടൻസ് ആവും. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു അമോണിയ വേപ്പറായിട്ട് തന്നെ നിലനിൽക്കും. എന്തെങ്കിലും തരത്തിൽ വാട്ടർ ഉണ്ടെങ്കിൽ അത് ഈ പ്ലേറ്റുകളിൽ തട്ടി മുകളിൽ നിന്ന് വരുന്ന തണുത്ത ലിക്വിഡ് കമ്പയർഡ് ടു ജനറേറ്ററിൽ നിന്നുണ്ടാവുന്ന വേപ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ പമ്പ് ചെയ്തെത്തുന്ന ലിക്വിഡ് തണുത്തതായതുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ വാട്ടർ വേപ്പർ ഉണ്ടെങ്കിൽ അത് കണ്ടൻസ് ആയിട്ട് വീണ്ടും ഈ പ്ലേറ്റുകളിൽ തട്ടി തിരിച്ച് താഴേക്ക് നമ്മുടെ ജനറേറ്ററിനുള്ളിലേക്ക് തന്നെ നിൽക്കും. ഇനിയും അപ്പോൾ ബാക്കി വരുന്ന വേപ്പറാണ് ജനറേറ്ററിനുള്ളിൽ അല്ലെങ്കിൽ ഈ അനലൈസറിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ഇനിയും എന്തെങ്കിലും തരത്തിൽ വാട്ടർ വേപ്പർ പിന്നെയും അതിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു വാട്ടർ കൂൾഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ കൂടെ ഇവിടെ ഉപയോഗിക്കുന്നു. അതിനെ ഇതാണ് നമ്മളുടെ അനലൈസർ. ഓക്കെ, ഇതാണ് നമ്മളുടെ അനലൈസർ. അപ്പോൾ എന്തെങ്കിലും ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്ത് ഒരു വാട്ടർ കൂൾഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിക്കുന്നു. ഇതിലേക്ക് കടത്തി വിടുമ്പോൾ ഇവിടെ കൂളിംഗ് വാട്ടർ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനിയും എന്തെങ്കിലും വാട്ടർ കണ്ടൻറ്റ് ഇതിനുള്ളിലുണ്ട്, വാട്ടർ വേപ്പർ ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് അത് കണ്ടൻസ് ചെയ്ത് അതിനെ വീണ്ടും തിരിച്ച് നമ്മളുടെ അനലൈസറിനുള്ളിലേക്ക് തന്നെ കൊടുക്കുന്നു. ഓക്കെ, ബാക്കി അപ്പോൾ ഇതാണ് നമ്മളുടെ റെക്ടിഫയർ. ഇതിനെ വിളിക്കുന്ന പേരാണ് റെക്ടിഫയർ. ഇനി എന്തെങ്കിലും വാട്ടർ വേപ്പർ ഉണ്ടെങ്കിൽ ഈ റെക്ടിഫയർ അതിനെ റെക്ടിഫൈ ചെയ്ത് വീണ്ടും അനലൈസറിലേക്ക് തന്നെ കൊടുക്കുന്നു. ബാക്കി വരുന്ന വേപ്പർ അമോണിയ വേപ്പർ മാത്രമാണ് ഇനി കണ്ടൻസറിലേക്ക് എത്തുക. അമോണിയ വേപ്പർ മാത്രം കണ്ടൻസറിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ സൈഡിലേക്ക് തന്നെ വരാം. ഇവിടെ നടക്കുന്ന റിട്ടേൺ വീക്ക് സൊല്യൂഷൻ്റെ തിരിച്ചുപോക്ക് നമുക്ക് നോക്കാം. ഇവിടുന്ന് വീക്ക് സൊല്യൂഷനെ നമ്മൾ താഴെ കൊണ്ടുവരണം. അപ്പോൾ ഈ വീക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ഹോട്ടായിട്ടുള്ള സൊല്യൂഷനാണ് അല്ലേ. ജനറേറ്ററിനുള്ളിൽ QG എമൗണ്ട് ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഹോട്ടായിട്ട് നിൽക്കുന്ന സൊല്യൂഷനാണ്. അപ്പോൾ ആ വീക്ക് സൊല്യൂഷനിലെ ആ ഹീറ്റും കൂടെ നമുക്കൊന്ന് റീയൂസ് ചെയ്താൽ ആ ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ജനറേറ്ററിനുള്ളിലേക്ക് വെല്ലുന്ന നമ്മളുടെ പമ്പ് ചെയ്ത് വരുന്ന ലിക്വിഡിനെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഇവിടെ സപ്ലൈ ചെയ്യുന്ന QG എമൗണ്ടിനെ നമുക്ക് ഒരല്പം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ COP ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് താഴേക്ക് വരുന്ന ഈ വീക്ക് സൊല്യൂഷനിലെ നമ്മളൊരു ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ കടത്തി വിടുന്നു. അതിനെ നമ്മളുടെ ഈ പമ്പ് ചെയ്ത് പോകുന്ന നമ്മളുടെ ലിക്വിഡിനെയും കൂടെ നമ്മൾ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇങ്ങനെ ഹീറ്റ് എക്സ്ചേഞ്ചറിനുള്ളിൽ ഇത് ഹീറ്റ് ഇൻട്രാക്ഷൻ നടത്തിയിട്ടാണ് അത് നമ്മളുടെ എക്സ്പാൻഷൻ വാൽവിലൂടെ എക്സ്പാൻഡ് ചെയ്ത് അബ്സോർബർ പ്രഷറിലേക്ക് താഴേക്ക് പോരുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ 1. ഈ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഉപയോഗം എന്താ? ഈ റിട്ടേൺ വരുന്ന വീക്ക് സൊല്യൂഷനിലെ ഹീറ്റിനെ കൂടി ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ജനറേറ്ററിലേക്ക് പോകുന്ന ആ സ്ട്രോങ് സൊല്യൂഷനെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ 1ൻ്റെ ധർമ്മം. അനലൈസറിൻ്റെ ധർമ്മം എന്താ? ജനറേറ്ററിൽ എന്തെങ്കിലും തരത്തിൽ വാട്ടർ വേപ്പറും കൂടെ ജനറേറ്റ് ചെയ്താൽ അതിനെ കണ്ടൻസ് ചെയ്യിപ്പിച്ച് ജനറേറ്ററിൽ തന്നെ നിലനിർത്തുക. കണ്ടൻസറിലേക്ക് വാട്ടർ വേപ്പർ പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് അനലൈസറിൻ്റെ ധർമ്മം. അതോടൊപ്പം ഇനിയും ഒരു സേഫ്റ്റി പ്രിക്കോഷൻ എന്ന നിലയ്ക്കൂടെ ഒരു റെക്ടിഫയറും കൂടെ, ഒരു വാട്ടർ കൂൾഡ് റെക്ടിഫയറും കൂടെ അവിടെ ഉപയോഗിക്കുന്നു. ഓക്കെ, അങ്ങനെ കണ്ടൻസറിലേക്ക് എത്തുന്നു. അമോണിയ വേപ്പറാണ് കണ്ടൻസറിൽ എത്തുന്നത്. അമോണിയ വേപ്പർ കണ്ടൻസറിൽ വെച്ച് കണ്ടൻസായി
കണ്ടൻസ് ആയിട്ട് ഇത് നമ്മൾ എക്സ്പാൻഷൻ വാൽവിലൂടെ എക്സ്പാൻഡ് ചെയ്ത് ഇവാപ്പറേറ്ററിലേക്ക് എത്തുന്നു. ഇപ്പോൾ നമുക്ക് ഒരു ലോ പ്രഷർ, ലോ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഇവാപ്പറേറ്ററിലേക്ക് എത്തി. ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റ് എന്താണെന്ന് നമുക്കറിയാം. ലോ പ്രഷർ, ലോ ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറൻ്റ് ആയിരിക്കും അല്ലേ. ഇവാപ്പറേറ്ററിൻ്റെ ഇൻലെറ്റ് എന്ന് പറയുന്നത് ലോ പ്രഷർ, ലോ ടെമ്പറേച്ചർ ലിക്വിഡ് ആണ് ഇൻലെറ്റ്. ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത് ലോ പ്രഷർ, ലോ ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറൻ്റ്, അമോണിയ വേപ്പറാണ് ഇവിടെ. ലോ ടെമ്പറേച്ചർ അമോണിയ വേപ്പറാണ്. അപ്പോൾ ഈ അമോണിയ വേപ്പർ ഉപയോഗിച്ചുകൊണ്ട്, ഈ ലോ ടെമ്പറേച്ചർ അമോണിയ വേപ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ എക്സ്പാൻഷൻ വാൽവിലേക്ക് വരുന്ന റെഫ്രിജറൻറ്റിൻ്റെ, ലിക്വിഡ് റെഫ്രിജറൻറ്റിനെ ഒന്നും കൂടെ ഒന്ന് സബ് കൂൾ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം അല്ലേ. സബ് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് ഒന്നും കൂടെ കൂടുതൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിലുള്ള ലോ പ്രഷർ, ലോ ടെമ്പറേച്ചർ വേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ കണ്ടൻസറിന് പുറത്തേക്ക് വരുന്ന ലിക്വിഡ് അമോണിയയെ ഒന്ന് സബ് കൂൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾക്ക് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദിസ് ഈസ് അവർ ഹീറ്റ് എക്സ്ചേഞ്ചർ 2. ഓക്കെ, ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ കൊണ്ട് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ അബ്സോർബറിനുള്ളിലേക്ക് വരുന്ന ഈ ഒരു റെഫ്രിജറൻറ്റിന് ഇവിടുന്ന് ഹീറ്റ് ഇതിനെ തണുപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ടായിരിക്കും ഇത് നമ്മളുടെ അബ്സോർബറിനുള്ളിലേക്ക് നമ്മളുടെ അമോണിയ വേപ്പർ എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പ്രാക്ടിക്കൽ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം. ദിസ് ഈസ് അവർ പ്രാക്ടിക്കൽ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം. അപ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ടുള്ള ആക്സസറീസ് ഏതൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചത്? നമ്മളുടെ സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യിക്കാനായിട്ട് നമ്മൾ കുറച്ച് അഡീഷണൽ ആക്സസറീസ് ഇവിടെ യൂസ് ചെയ്യുന്നു. ഒരു അനലൈസർ, റെക്ടിഫയർ, ദെൻ 2 ഹീറ്റ് എക്സ്ചേഞ്ചറുകൾ. അപ്പോൾ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിക്കുന്നത് നമ്മളുടെ റീസർക്കുലേറ്റ് ചെയ്ത് വരുന്ന വീക്ക് സൊല്യൂഷനിലെ, ജനറേറ്ററിൽ നിന്ന് വരുന്ന വീക്ക് സൊല്യൂഷനിലെ ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ജനറേറ്ററിലേക്ക് ചെല്ലുന്ന സ്ട്രോങ് സൊല്യൂഷനെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഉപയോഗം എന്താ? കണ്ടൻസറിൽ നിന്ന് വരുന്ന ലിക്വിഡ് റെഫ്രിജറൻറ്റിനെ നമ്മളുടെ ഇവാപ്പറേറ്ററിലേക്ക് പുറത്തേക്ക് വരുന്ന വേപ്പർ റെഫ്രിജറൻറ്റ് ഉപയോഗിച്ചുകൊണ്ടൊന്ന് സബ് കൂൾ ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഉപയോഗം. പിന്നെ അനലൈസറും റെക്ടിഫയറും കണ്ടൻസറിലേക്ക് വാട്ടർ വേപ്പർ എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ട് ഒരു അനലൈസറും റെക്ടിഫയറും ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തെ പറ്റിയിട്ട് പറയാനുള്ളത്, അമോണിയ വാട്ടർ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ലിഥിയം ബ്രോമൈഡ് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം, ഡൊമസ്റ്റിക് ഇലക്ട്രോലൈറ്റ്സ് റെഫ്രിജറേഷൻ സിസ്റ്റം എന്നിവ, അതായത് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൻ്റെ തന്നെ മറ്റ് 2 വേരിയൻറ്റുകൾ പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.